പട്ടുസാരികൾ ഇഷ്ടമില്ലാത്തവർ നമ്മളിൽ ചുരുക്കമായിരിക്കും. വിവാഹങ്ങൾക്കും വിശേഷ ദിവസങ്ങൾക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അണിയാൻ ആഗ്രഹിക്കുന്നതും ഈ പട്ടുസാരികൾ തന്നെയാണ്. എന്നാൽ തിളക്കമുള്ള ആ മനോഹരമായ പട്ടിന് പിന്നിലെ വലിയൊരു ക്രൂരതയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പട്ടുസാരി നെയ്തെടുക്കാൻ ആയിരക്കണക്കിന് പട്ടുനൂൽ പുഴുക്കളെയാണ് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ജീവനോടെ കൊല്ലുന്നത്. സൗന്ദര്യത്തിന് വേണ്ടി ഇത്രയും ജീവനുകൾ ഇല്ലാതാക്കണോ? ഈ ചോദ്യത്തിൽ നിന്നാണ് അഹിംസ സിൽക്ക് അഥവാ പീസ് സിൽക്ക് എന്ന ആശയം ജനിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിയെപ്പോലും നോവിക്കാതെ തികച്ചും അഹിംസാപരമായ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന പട്ടാണ് അഹിംസ സിൽക്ക്. ആന്ധ്രാപ്രദേശുകാരനായ കുസുമ രാജയ്യ എന്ന വ്യക്തിയാണ് ഈ മനുഷ്യത്വപരമായ ആശയത്തിന് പിന്നിൽ. സാധാരണയായി പട്ടുനൂൽ പുഴു തനിക്ക് ചുറ്റും ഒരു കൊക്കൂൺ ഉണ്ടാക്കി അതിനുള്ളിൽ കഴിയുമ്പോഴാണ് അത് പൊട്ടിച്ച് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുന്നത്. ഇതിലൂടെ പൊട്ടാത്ത നീളമുള്ള പട്ടുനൂൽ ലഭിക്കും. എന്നാൽ അഹിംസ സിൽക്കിൽ അങ്ങനെയല്ല. അഹിംസ രീതിയിൽ ആ പുഴു ഒരു ശലഭമായി മാറി കൊക്കൂൺ പൊട്ടിച്ച് പുറത്ത് പറന്നു പോകാൻ അവർ അനുവദിക്കുന്നു. ശലഭം ജീവനോടെ പറന്നുപോയതിനു ശേഷം അവിടെ ബാക്കി വരുന്ന ആ കൊക്കൂണിൽ നിന്നാണ് അഹിംസ സിൽക്കിനുള്ള നൂലെടുക്കുന്നത്. ശലഭം കൊക്കൂൺ പൊട്ടിച്ച് പോകുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന നൂലുകൾ മുറിഞ്ഞവയായിരിക്കും. അതിനാൽ സാധാരണ പട്ടുപോലെ ഒറ്റ നീളത്തിലുള്ള നൂൽ ഇതിൽ കിട്ടില്ല. പകരം പരുത്തി നൂൽക്കുന്നത് പോലെ ഇവയെ നൂൽക്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ സാധാരണ പട്ടിൻ്റെ അത്ര തിളക്കം അഹിംസ സിൽക്കിനുണ്ടാകില്ല. തിളക്കം കുറവാണെങ്കിലും സാധാരണ പട്ടിനേക്കാൾ വളരെ മൃദുവായതും വായുസഞ്ചാരമുള്ളതുമാണ് അഹിംസ സിൽക്ക്. ഇതിൻ്റെ നിർമ്മാണത്തിന് കൂടുതൽ സമയവും അധ്വാനവും വേണ്ടി വരുന്നതുകൊണ്ട് വില അല്പം കൂടുതലായിരിക്കും. മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതിയെ നോവിക്കാതെ ഫാഷനെ കൂട്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അഹിംസ സിൽക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. കാരണം അഴകിനൊപ്പം അലിവ് കൂടി ചേരുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് ഈ പട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.